ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബയോളജി ഫസ്റ്റ് ലെസൺ ആയിട്ടുള്ള സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്ന ആ പാഠത്തിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. ഓണം എക്സാം ഒക്കെ വരികയല്ലേ, അപ്പോൾ ആ മുൻപ് ആ ലെസണിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഇലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. കണ്ടോ, ഈ ക്വസ്റ്റ്യനിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ABCDE എന്ന് പറഞ്ഞിട്ട് 5 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ഒരു പിക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡു A and B ഇൻഡിക്കേറ്റ്സ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഈ പിക്ചർ എന്താണ്? സിനാപ്റ്റിക് നോബ് അല്ലെങ്കിൽ സിനാപ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പിക്ചറാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതിൽ AB എന്ന് പറയുന്ന 2 ലെറ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലെറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനെയാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് A എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? A റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ന്യൂറോ ട്രാൻസ്മിറ്ററിനെയും. B എന്ന് പറയുന്നത് സിനാപ്റ്റിക് നോബുമാണ്. അപ്പോൾ എന്താണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബ്? എന്താണ്? 2 നെർവ് സെൽസ് തമ്മിലോ അല്ലെങ്കിൽ ഒരു നെർവ് സെല്ലും മസിൽ സെല്ലുമായിട്ടോ അതല്ലെങ്കിൽ നെർവ് സെല്ലും ഗ്രന്ഥി സെല്ലുമായിട്ടോ ബന്ധപ്പെടുന്ന ആ ഒരു പാർട്ടിന് നമ്മൾ പറയുന്നതാണ് സിനാപ്സ്. ഓക്കെ, അതായത് ആക്സോണിൽ നിന്നും ഇലക്ട്രിക് സിഗ്നൽസ് സിനാപ്റ്റിക് നോബിലെത്തുന്നത് ചില രാസവസ്തുക്കളെ ഈ സിനാപ്റ്റിക് വിടവിലേക്ക് സെക്രീറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ഈ സെക്രീറ്റ് ചെയ്യുന്ന ഈ കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അവരെന്താ ചെയ്യുന്നത്? ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിനെയോ അല്ലെങ്കിൽ ആ സെല്ലിനെയോ ഉത്തേജിപ്പിച്ചിട്ട് പുതിയ ഇലക്ട്രിക് സിഗ്നൽസ് സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററും B എന്ന് പറയുന്നത് സിനാപ്റ്റിക് നോബുമാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദി ഫങ്ഷൻസ് ഓഫ് BB എന്ന് പറയുന്നത് എന്താണ്? സിനാപ്റ്റിക് നോബാണ്. അപ്പോൾ ഈ സിനാപ്റ്റിക് നോബിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് സെക്രീറ്റസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫങ്ഷൻ? സിനാപ്റ്റിക് നോബിൻ്റെ ഫങ്ഷൻ. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് 2 എക്സാമ്പിൾസ് ഓഫ് A എന്ന് പറയുന്നത് എന്താ? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അപ്പോൾ അസറ്റൈൽ കൊളിൻ, ഡോപ്പമിൻ എന്നിവയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? റീകൺസ്ട്രക്ട് ദി ഇലുസ്ട്രേഷൻ ഇഫ് ദർ ഈസ് എനി ഇറർ ഇൻ ഇറ്റ്. നോക്കിക്കേ, ഈ പിക്ചറിൽ എന്തെങ്കിലും മിറർ ഉണ്ടോ? നമ്മൾ എന്താ പഠിച്ചത്? ആക്സോണിൽ നിന്നും ഇലക്ട്രിക് സിഗ്നൽസ് സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? ഇത് ഡെൻഡ്രൈറ്റിനെയോ ആ സെല്ലിനെയോ ഉത്തേജിപ്പിച്ചിട്ട് പുതിയ ഇലക്ട്രിക് സിഗ്നൽസ് സൃഷ്ടിക്കുന്നു. അതായത് തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിലേക്ക് അത് പോകണം അല്ലേ? ഇവിടെ നോക്കി, ഇലക്ട്രിക് സിഗ്നൽ ഇമ്പൾസിനെ കാണിക്കുന്നത് ഡയറക്ഷൻ തെറ്റാണ്. എങ്ങനെയാണ് പോവുക? അത് ബിയിൽ നിന്ന് എയിലേക്കാണ് അതിൻ്റെ എന്ത് വരേണ്ടത്? ഡയറക്ഷൻ വരേണ്ടത്. അപ്പോൾ ഏരോ മാർക്ക് അവിടെ കറക്റ്റ് ചെയ്യണം. ഇപ്പം ഇതിലുള്ള ഇതേ ഡയറക്ഷനിലേക്കല്ല, റൈറ്റിലേക്കാണ് അതിൻ്റെ എന്ത് വേണ്ടത്? മൂവ്മെൻറ്റ് വേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്തായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ E എന്തായിരുന്നു? വാട്ട് ഈസ് ദ റോൾ ഓഫ് A ഇൻ ദി ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസിൻ്റെ ട്രാൻസ്മിഷനിൽ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ റോൾ എന്നാണ് ചോദ്യം. എന്താ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തൊട്ടടുത്തുള്ള അഡ്ജസൻ്റ് ആയിട്ടുള്ള ഡെൻഡ്രൈറ്റിനെയോ അല്ലെങ്കിൽ സെല്ലുകളിനെയോ ഒക്കെ ഉത്തേജിപ്പിച്ചിട്ട് പുതിയ ഇലക്ട്രിക് സിഗ്നൽസ് സൃഷ്ടിക്കുന്നു. ഇതാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഒരു പിക്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ പഴയ മെത്തേഡിലല്ലോ ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അതിൽ തന്നെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ പിക്ചർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഫിഗർ ഓഫ് സിനാപ്സ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സിനാപ്സ് ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. Second question, what is a synapse? Third question, name the chemical substance which is secreted from the part labeled as X. ഈ ഒരു ക്വസ്റ്റ്യൻ 2022 മോഡൽ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 12 കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. സെയിം പിക്ചർ തന്നെയാണ്. വിച്ച് സിനാപ്സ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഏത് സിനാപ്സ് ആണ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്? സിനാപ്സ് ഇൻ ബിറ്റ്വീൻ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽസ്. അതായത് ഗ്രന്ഥി കോശത്തിലുള്ള ഒരു സിനാപ്സിൻ്റെ പിക്ചറാണ് ഈ തന്നിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് എ സിനാപ്സ്. സിനാപ്സ് എന്ന് പറയുന്നത് എന്താ? 2 നെർവ് സെൽസ് തമ്മിലോ, അല്ലെങ്കിൽ ഒരു നെർവ് സെല്ലും ഒരു മസിൽ സെല്ലും തമ്മിലോ, അല്ലെങ്കിൽ നെർവ് സെല്ലും ഗ്രന്ഥി കോശവുമായി ബന്ധപ്പെടുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, നെയിം ദ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഈസ് സെക്രീറ്റഡ് ഫ്രം ദി പാർട്ട് ലാബിൾഡ് ആസ് എക്സ്. എന്താ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ്. ഇവിടെ സെക്രീറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് അസിറ്റൈൽ കൊളൈൻ, ഡോപ്പമിൻ, ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾസ്? ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, റീഡ്രോ ദി ഡയഗ്രാം, ഐഡൻറ്റിഫൈ ആൻഡ് ലാബൽ ദി പാർട്സ് ഈസ് ഗിവൺ ബിലോ. ഇതേപോലെ വന്നിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്, ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. അതായത് ഇവിടെയും തന്നിട്ടുള്ള എന്താ? നെർവ് സെൽസിന് തന്നെയാണ് തന്നിട്ടുള്ളത്. സോ ഈ 2 ക്വസ്റ്റ്യനും ഏകദേശം കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സെയിം പിക്ചറിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോങ്സ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദി സെൽ ബോഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്രീറ്റസ് ന്യൂറോ ട്രാൻസ്മിറ്റർ. Third question, part that receives impulses from adjacent neurons. D question, carries impulses to the cell body. Okay, first question എന്താ? Longest filament from the cell body. ഇതെന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ വരയ്ക്കാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് തന്നിട്ടുള്ള ഈ ഒരു പിക്ചറിനെ ഇതിൽ ഒന്നും ലാബൽ ചെയ്തിട്ടില്ല. ഇതൊന്ന് വരച്ചിട്ട് നമ്മളോട് ഇതൊക്കെ ലാബൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഒന്ന്, റീഡ്രോ ദി ഡയഗ്രാം, ഐഡൻറ്റിഫൈ ആൻഡ് ലാബൽ ദി പാർട്സ് ഗിവൺ ബിലോ. അതായത് ഈ പിക്ചറിന് ഒന്നുകൂടി നമ്മൾ വരച്ചിട്ട് അതിൽ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്ന ഈ പാർട്സുകളൊക്കെ നമ്മൾ ലാബൽ ചെയ്യണം. മറ്റേ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ പിക്ചർ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നമ്മൾ എഴുതണം. അതിൽ ഓൾറെഡി ലാബൽ ചെയ്തിട്ടുണ്ട്. A, B എന്ന് പറഞ്ഞിട്ട് C എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ അതിൻ്റെ ഫങ്ഷനും. അപ്പോൾ ഈ ന്യൂറോണിൻ്റെ ഈ സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഒരു ന്യൂറോണിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻഡ്രോണിൻ്റെ ആ ബ്രാഞ്ചസിനെ പറയുന്നതാണ് ഡെൻഡ്രൈറ്റ്. അതായത് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും ഈ മെസ്സേജസ് സ്വീകരിക്കുന്ന ഈ ഭാഗമാണ് എന്ത്? ഡെൻഡ്രൈറ്റ്. ഇനി ഡെൻഡ്രോൺ, നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത് എന്താ? ഒരു കോശത്തിൻ്റെ ബോഡിയിൽ നിന്നുള്ള നീളം കുറഞ്ഞ ആ ഒരു തന്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ, ഇമ്പൾസസിനെ കോശ ശരീരത്തിൽ അത് എന്ത് ചെയ്യുന്നു? എത്തിക്കുന്നു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യനിൽ ഡെൻഡ്രൈറ്റിനെയാണ് ലാബിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. A എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. B എന്ന് പറയുന്നത് എന്താ? ആക്സോണിനെയാണ് B എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്സോൺ എന്ന് പറയുന്നത് എന്താ? ഈ സെല്ലിൽ നിന്നുള്ള നീളം കൂടിയ ആ ഒരു തന്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സോൺ എന്ന് പറയുന്നത്. സെൽ ബോഡിയിൽ നിന്നുള്ള ആ ഇമ്പൾസസിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാരാണ്? ആക്സോൺ ആണ്. C എന്ന് പറയുന്ന പാർട്ട് എന്താണ്? സിനാപ്റ്റിക് നോബാണ് C എന്ന് പറയുന്ന ലെറ്ററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ആക്സോണൈറ്റിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിലുള്ള ആ പാർട്ടാണ് സിനാപ്റ്റിക് നോബ്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് സെക്രീറ്റ് ചെയ്യുന്നതാരാണ്? സിനാപ്റ്റിക് നോബാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 2 രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന്, നമുക്ക് ഇതിൽ ലാബൽ ചെയ്യാൻ ചോദിക്കാം, അതിൻ്റെ പേരുകൾ എഴുതാൻ ചോദിക്കാം. അതല്ലെങ്കിൽ ആ ലെറ്റേഴ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷൻസ് എഴുതാനും ക്വസ്റ്റ്യനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ഡൗൺ ദ ഫങ്ഷൻസ് ഓഫ് C. Cൻ്റെ
ഫങ്ഷൻ എന്താണ്? സി എന്ന് പറയുന്നത് എന്താണ്? സിനാപ്റ്റിക് നോബാണ്. സിനാപ്റ്റിക് നോബിൻ്റെ ഫങ്ഷൻ എന്താണ്? സിനാപ്റ്റിക് നോബാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇതേ പിക്ചറിനെ വെച്ചിട്ട് 2019 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു ന്യൂറോണിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? ന്യൂറോണിൻ്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അതിൽ AB എന്ന് പറയുന്ന 2 ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ലെറ്റേഴ്സ് എന്ത് ചെയ്യണം? അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡു A and B ഇൻഡിക്കേറ്റ്സ്? A എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ A എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. B എന്ന് പറയുന്നതോ സിനാപ്റ്റിക് നോബാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് B ഇൻ ദി ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്? B സിനാപ്റ്റിക് നോബിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദി ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ഫ്രം ന്യൂറോൺ ടു ന്യൂറോൺ. എങ്ങനെ നമുക്കിത് ഫ്ലോ ചാർട്ടിലൂടെ കാണിക്കാം? ആദ്യം ഇമ്പൾസസ് എവിടേക്ക് എത്തുന്നു? ഇമ്പൾസസ് ഡെൻഡ്രൈറ്റിലേക്ക് എത്തുന്നു. ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോൺ, ദെൻ സെൽ ബോഡി, പിന്നീട് അത് ആക്സോണിലേക്ക് കടക്കുന്നു. ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, സിനാപ്സ്, ഡെൻഡ്രൈറ്റ് ഓഫ് ദി അഡ്ജസൻറ്റ് ന്യൂറോൺ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഈ ഡെൻഡ്രോണിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അത് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പൾസസ് സ്വീകരിക്കുന്നു. നെക്സ്റ്റ് ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് സെൽ ബോഡിയിൽ നിന്നുള്ള നീളം കുറഞ്ഞ ആ ഒരു ഭാഗത്തിന് തന്തുവിനെയാണ് നമ്മൾ ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ ഈ സെൽ ബോഡിയിൽ എത്തിക്കുന്നത് ആരാണ്? ഡെൻഡ്രോൺ ആണ്. ഈ നെക്സ്റ്റ് ആക്സോൺ. ആക്സോൺ എന്ന് പറയുന്നത് ഈ സെൽ ബോഡിയിൽ നിന്നുള്ള നീളം കൂടിയ ആ തന്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സോൺ എന്ന് പറയുന്നത്. അതായത് സെൽ ബോഡിയിൽ നിന്ന് ഇമ്പൾസസിനെ പുറത്തേക്ക് പോകുന്നത് ആക്സോണിലൂടെയാണ്. ഈ നെക്സ്റ്റ് എന്താ? ആക്സോണൈറ്റ്. ആക്സോണൈറ്റ് എന്ന് പറയുന്നത് ഈ ആക്സോണിൻ്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. ഈ ആക്സോണൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സോണുകളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ആക്സോണൈറ്റ് ആണ്. ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്തിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഇത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഇനി ഈ ഒരു ഭാഗത്തിൽ വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ലുക്ക് അറ്റ് ദി ഇല്ലുസ്ട്രേഷൻ. എ സർട്ടൻ പാർട്ട് ഇൻ ഇറ്റ് ഈസ് മാർക്ക്ഡ് എക്സ് വേർ ഇൻ ദി നെർവസ് സിസ്റ്റം ഇസ് ദാറ്റ് പാർട്ട് പ്രസൻറ്റ്. നെയിം ദീസ് ഓർഗൻസ്. 1 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ എക്സ് എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നോക്കിക്കേ, പിക്ചർ നോക്കിക്കേ. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് മൈലിൻ ഷീത്താണ്. ഓക്കെ. അപ്പോൾ എന്താണ് മൈലിൻ ഷീത്ത്? മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂറോൺസിൻ്റെ ആക്സോൺസിനെ കവർ ചെയ്തിട്ടുള്ളത് മൈലിൻ ഷീത്തുണ്ട്. ഈ മൈലിൻ ഷീത്ത് എവിടെയാണ് കാണപ്പെടുന്നതാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ് ഈ മൈലിൻ ഷീത്ത് കാണപ്പെടുന്നത്? ബ്രെയിനിലും സ്പൈനൽ കോഡിലുമാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ന്യൂറോൺ എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. താങ്ക് യു.